തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ 2. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. രജനികാന്ത് നായകനാവുന്ന സിനിമയിൽ തെലുങ്ക് സൂപ്പർ താരം നന്ദമുരി ബാലകൃഷ്ണയും ക്യാമിയോ വേഷത്തിലെത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഭാഗമാകുന്ന താരം വമ്പൻ തുക പ്രതിഫലം ആവശ്യപ്പെട്ടു എന്നാണ് പുതിയ റിപ്പോർട്ട്. ജയിലർ 2 ക്യാമിയോ വേഷത്തിന് നന്ദമുരി ബാലകൃഷ്ണ 50 കോടിയാണ് ആവശ്യപ്പെട്ടത് എന്നാണ് പിൻവില്ല റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല സിനിമയ്ക്ക് 20 ദിവസത്തെ ഡേറ്റ് നടൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് സൂചന. എന്നാൽ ഇതൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുമില്ല. ചിത്രത്തിനായി രജനികാന്തും റെക്കോർഡ് പ്രതിഫലമാകും ലഭിക്കുക എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഏകദേശം 260 കോടിയോളം രൂപയാണ് സിനിമയ്ക്ക് രജനികാന്തിന്റെ പ്രതിഫലം. കൂലി എന്ന സിനിമയും താരത്തിൻ്റെതായ റിലീസിന് കാത്തിരിപ്പ് കൊണ്ടുണ്ട്. ഈ ചിത്രത്തിനായി 260-280 കോടിയാണ് രജനികാന്ത് വാങ്ങുന്നത് എന്നാണ് സൂചന. തമിഴകത്ത് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലങ്ങളിൽ ഒന്നാണിത്. ഈ വർഷം ജനുവരിയിലായിരുന്നു ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജയിലർ 2 ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. പിന്നാലെ മാർച്ചിൽ ചിത്രീകരണം ആരംഭിച്ചു. അനിരുദ്ധ് ആണ് രണ്ടാം ഭാഗത്തിന് സംഗീതം ഒരുക്കുന്നത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറനാണ് സിനിമയുടെ നിർമ്മാണം. 2023 പുറത്തിറങ്ങിയ ജയിലറിന്റെ ആദ്യ ഭാഗത്തിൽ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങിയവരും ക്യാമിയോ റോളുകളിൽ എത്തിയിരുന്നു. രണ്ടാം ഭാഗത്തിന് ഇവർ വീണ്ടും എത്തുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ ദിവസം സംവിധായകൻ നെൽസൺ മോഹൻലാലിന്റെ സത്യന്തിക ടീമിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെറ്റിൽ എത്തിയിരുന്നു.